അടുത്തായിട്ട് പ്രിയപ്പെട്ട PF മാത്യു സാറാണ്. വർഗീയതയ്ക്കും ഫാസിസത്തിനുമുള്ള അസംസ്കൃത പദാർത്ഥമാണ് ചരിത്രമെന്നും പറ്റിയ ഭൂതകാലമില്ലെങ്കിൽ പറ്റുന്ന ഒന്നിനെ അവർ നിർമ്മിച്ചെടുക്കുമെന്നും ചരിത്രത്തെക്കുറിച്ച് എന്ന പ്രബന്ധത്തിൽ എറിക് ഹോബ്സ്ബോം എഴുതുന്നുണ്ട്. ചരിത്രം തിരുത്തുന്ന ഒരു കാലത്താണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സമുദായത്തിൻ്റെ അറിയപ്പെടാത്ത ചരിത്ര ഖനികളിൽ അസാധാരണമാവിധം ഉദ്ഖനനം നടത്തിയ ഒരു സാഹിത്യകാരനായിട്ടാണ് എനിക്ക് മാത്യു സാറിനെ പരിചയം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും എഴുത്തൊഴികളൊക്കെ ആ വിധത്തിലാണ്. അപ്പോൾ ഈ ചരിത്ര വർത്തമാനത്തിൽ നമുക്ക് മാത്യു സാറിനെ ശ്രമിക്കാം. ഈ സംവാദത്തിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളുന്നു. 100 ആണ്ട് സെക്യുലറായിട്ട് പ്രവർത്തിക്കുക, അതും ഒരു മതസ്ഥാപനത്തിൻ്റെ പത്രം, അത് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ നിൽക്കുന്ന തറയെക്കുറിച്ച് ചിന്തിച്ചാൽ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ യുവാക്കളടക്കം വലിയൊരു പൊതുസമൂഹം പത്രങ്ങളൊന്നും വായിക്കാറില്ല, ടെലിവിഷൻ കാണാറുമില്ല. കാരണം അവർക്ക് സത്യം അറിയാം. വർഗീയത കൊണ്ട് അധികാരത്തിലേറുകയും നുണയും വിദ്വേഷവും വെറുപ്പും പടർത്തിക്കൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം വളർത്തുന്ന മാധ്യമങ്ങളാണ് ഇന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നത്. അവ നുണകളാണ് എന്ന് യുവാക്കൾക്കറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് പത്രങ്ങളെയും മറ്റു മാധ്യമങ്ങളെയും ബഹിഷ്കരിക്കുന്നത്. യുവാക്കൾക്കിപ്പോൾ അവരുടേതായ സ്വന്തം ഭാഷ തന്നെ അവർക്കുണ്ട്. നമുക്കവരോട് വിനിമയം ചെയ്യാൻ സാധിക്കില്ല, അത്രയ്ക്ക് അപരിചിതമാണത്. ഒപ്പം തന്നെ അവരെ വിഴുങ്ങാനായിട്ട് വലിയ അറ്റൻഷൻ ഇക്കോണമി, അതിൻ്റെ എല്ലാ വ്യവസായ സാധ്യതകളും ഉൾക്കൊണ്ടുകൊണ്ട് വലിയ കോർപ്പറേറ്റുകൾ രംഗത്ത് ഇറങ്ങിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വല്ലാത്തൊരു അപകടം പിടിച്ച അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സഭയുടെ ഓൺലൈനിൻ്റെയും ഡിജിറ്റലിൻ്റെയും പുണ്യവാളനായിട്ട് അറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസ് ഒരിക്കൽ പറഞ്ഞു, എല്ലാവരും തുടക്കത്തിൽ ഒറിജിനലുകളാണ്, കുറേ ചെല്ലുമ്പോൾ ഫോട്ടോ കോപ്പികളായി മാറുന്നു എന്ന്. അത് വളരെ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കത്തോലിക്ക മാധ്യമരംഗത്ത് എനിക്ക് ചെറിയ അനുഭവ പരിചയമുണ്ട്. 90കളിൽ കൊച്ചിയിലെ കേരള ടൈംസിൽ നിന്നാണ് ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത്. അവിടേക്ക് നോക്കുമ്പോൾ അത് വളർന്നുയരാൻ എല്ലാ സാഹചര്യങ്ങളുമുള്ളൊരു ദിനപത്രമായിരുന്നു. സാങ്കേതിക സൗകര്യങ്ങളുണ്ടായിരുന്നു, മികച്ച പത്രാധിപന്മാരുണ്ടായിരുന്നു. എന്നിട്ടും അമ്പേ പരാജയപ്പെട്ടു. ആ പരാജയം നമ്മൾ അകത്ത് നിന്ന് സമ്മതിക്കില്ല എന്ന് മാത്രം. പക്ഷേ പുറമേ നിന്ന് നോക്കുന്നവർക്കറിയാം അതൊരു പരാജയപ്പെട്ട ദിനപത്രമായിരുന്നു എന്ന്. അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ, അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അവിടെയുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. അതിൻ്റെ കാരണം വളരെ ലളിതമായിരുന്നു. അതിൻ്റെ വായനക്കാരെക്കുറിച്ച് യാതൊരു ധാരണയും ആ പത്രത്തിനില്ലായിരുന്നു. ഇന്നത്തെ മാധ്യമങ്ങളുടെ ദുരവസ്ഥയും അത് തന്നെയാണ്. അതിൻ്റെ മാധ്യമങ്ങൾ അതിൻ്റെ വായനക്കാരാരാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് കേരള ടൈംസ് 90കളിൽ ശ്രമിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള വൻകിട പത്രത്തെ അതേപടി അനുകരിക്കാനോ അല്ലെങ്കിൽ അതിനോട് മത്സരിക്കുവാനാണോ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു അതിൻ്റെ ദുരന്തം. കാരണം ആ വൻകിട മുഖ്യധാര പത്രം ചെയ്തുകൊണ്ടിരുന്നത് മുതലാളിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു.
ഒപ്പം തന്നെ പരസ്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം വായനക്കാരെ രസിപ്പിക്കുവാനുള്ള നല്ല രസികൻ കഥകളും മെനഞ്ഞുകൊണ്ടിരുന്നു. ആ പരിപാടി കേരള ടൈംസിന് ഒരു കാലത്തും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അത് കടലോരത്തെ ദുർബല വിഭാഗമായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇറക്കുന്ന പത്രമായിരുന്നു. അവർക്ക് ഈ വ്യാജങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടത് സത്യത്തെ സത്യമായി അറിയിക്കുക എന്നുള്ളൊരു കർമ്മ പരിപാടിയായിരുന്നു. സത്യം ദീപമായി തീരുന്ന, നമ്മുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സത്യം ദീപമായി തീരുന്ന ഒരവസ്ഥയാണ് ആ പത്രത്തിന് സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. പതുക്കെ ആ ദിനപത്രം ഊർധ്വൻ വലിച്ചു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പോഴും മറ്റൊരു പ്രശ്നത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാവരും കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള വിഷമവും ഉണ്ടാക്കാത്ത തരത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, മലയാളം മാധ്യമങ്ങൾ തന്നെ എടുത്തു നോക്കുക. കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യയിൽ ഗോദി മീഡിയ എന്ത് ചെയ്തുവോ അതുതന്നെയാണ് മലയാളത്തിലെ പത്രങ്ങളും ടെലിവിഷനുകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായമാണ്. മറ്റുള്ളവർ അത് പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്ന ഒരു സംഘടന രൂപപ്പെട്ടു. അതിന് ഇൻസ്റ്റഗ്രാമിൽ വലിയ ഫോളോവേഴ്സ് ഉണ്ടായി എന്ന് കേട്ടപ്പോൾ മുതൽ നല്ലൊരു വിഭാഗം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയ കേരളീയരെ എനിക്കറിയാം. പൊതുസമൂഹം മുഴുവൻ അതിനെ പിന്തുണച്ചു. ആ സമരത്തിൽ പങ്കെടുക്കാൻ എൻ്റെ അയൽപ്പക്കത്തുള്ള 2 പിള്ളേർ പോയതായിട്ട് എനിക്കറിയാം. കാശുള്ള പിള്ളേരൊന്നുമല്ല, അവർ പോയി. അപ്പോഴും നമ്മുടെ മുഖ്യധാരാ ദിനപത്രങ്ങൾ ഈ വാർത്തകൾ മുക്കുകയായിരുന്നു. അവരതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം അധികാര ശക്തികളെ വെറുപ്പിക്കാൻ പറ്റില്ല, ED വീട്ടിൽ വരും എന്നവർക്കറിയാം. അങ്ങനെയുള്ള ഒരു പത്രധർമ്മമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികൾ അനുഷ്ഠിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഈ പത്രങ്ങളൊക്കെ വായിക്കണം, അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷൻ എന്തിനു കാണണം? കാരണം അത് സത്യസന്ധമായല്ല നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കറിയാം, ഈ കുട്ടികൾ അവരുടെ കയ്യിലെ കൈഫോണിലാണ് മിക്കവാറും. അവർ അരാഷ്ട്രീയ ജീവികളാണ് എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ അവരുടെ രാഷ്ട്രീയ ബോധം നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടു. അഭിജിത്ത് ദീപ്കെ സർക്കാരിനെതിരെ സംസാരിച്ചപ്പോൾ നമുക്കൊരു ധൈര്യമൊക്കെ കിട്ടിയെന്ന് പല നേതാക്കളും പറഞ്ഞു. എന്തിന്, നമ്മുടെ രാഹുൽ ഗാന്ധി പെട്ടെന്ന് വളരെ ശക്തിമാനായി തീർന്നതുപോലെ എനിക്ക് തോന്നുന്നു. പ്രതിപക്ഷമുണ്ടായി. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു യുവത ഉണ്ടായി വന്നിരിക്കുന്നു. ശക്തമായ, നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു യുവജനം ഉണ്ടായി വന്നിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തുന്ന പത്രങ്ങൾ ഇപ്പോഴും മുഖ്യധാരയിലേക്ക്, ഇപ്പോഴും വായനക്കാരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അദൃശ്യമാണ് ഇപ്പോഴും എന്ന് എൻ്റെ ഒരു വിമർശനമാണെന്നല്ല പറയാൻ പറ്റുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. അതിനൊക്കെ എന്താണ് പരിഹാരം എന്ന് കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ. പരിമിതമായ വിഭവശേഷിയൊക്കെ ഇതിനൊരു വലിയ കാര്യങ്ങളാണ് ഇതിൻ്റെ. അപ്പോൾ പക്ഷേ അതിനിടയിലും എഴുത്ത് മാസിക പോലെയുള്ള മാസികകൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവരവരുടേതായ രീതിയിൽ നീങ്ങുന്നതായിട്ടൊക്കെ നമുക്കറിയാം. ഒരു എന്താ പറയുന്നത്, നിമിഷം കൊണ്ട് മിന്നിമറയുന്ന വാർത്താ തലക്കെട്ടുകൾക്ക് പകരമായിട്ട് സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ലേഖനങ്ങൾ തന്നെ അവരുടെ മാസികയിൽ അച്ചടിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു അഭിനന്ദനീയമായ മാതൃക തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നിയത് യുവജനതയുടെ ആ ഒരു നിലപാട്. ഈയിടെ ഒരു മതപ്രസിദ്ധീകരണത്തിൻ്റെ ഒരു ലക്കത്തിൽ യുവാക്കളെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ ഞാൻ വായിക്കുകയുണ്ടായി. ആ ഫീച്ചറിൽ ഒരിടത്തും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെക്കുറിച്ച് ഒന്നുമില്ല.
അല്ലെങ്കിൽ യുവാക്കളുടെ ആ ഒരു നിലപാടിനെക്കുറിച്ച്, അവരുടെ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ഒന്നുമില്ല. എൻ്റെ ചെറുപ്പകാലത്ത് വായിച്ച അതേ നിലപാടുകൾ തന്നെയാണ് ഈ ആ യുവജനങ്ങളെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഞാൻ കണ്ടത്, ആ ഫീച്ചറിൽ ഞാൻ കണ്ടത്. എന്ന് വെച്ചാൽ ഒരു വൃദ്ധ മനസ്സോടുകൂടിയാണ് നമ്മൾ അവരെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കുറച്ചുകൂടി യൗവനയുക്തമാകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ കാലത്തെ മനുഷ്യരെ അറിയേണ്ടിയിരിക്കുന്നു, യുവരക്തത്തെ അറിയേണ്ടിയിരിക്കുന്നു, അവരുടെ മാധ്യമത്തെ അറിയേണ്ടിയിരിക്കുന്നു, അവരുടെ ഭാഷ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ ക്രൈസ്തവ പത്രങ്ങൾക്ക് അവരുടെ ക്രൈസ്തവ മൂല്യങ്ങൾ, ആ മൂല്യം കൊണ്ടാണല്ലോ ഇത്രയും കാലം നിലനിന്നത്, ആ മൂല്യങ്ങൾ ഈ കാലത്തെ പാക്കേജിലാണ് ആളുകൾക്ക് എത്തിക്കേണ്ടത്. ഇൻസ്റ്റഗ്രാം മാധ്യമത്തിലൂടെയാണെങ്കിൽ അങ്ങനെ അവരിലേക്ക് എത്തണം. നമുക്കിപ്പോഴറിയാം, ഈ ജന്തർ മന്ദറിൽ ഈ ഗോദി മീഡിയയെ ഓടിച്ചിട്ട് ഈ ചെറുപ്പക്കാരായ സിറ്റിസൺ ജേർണലിസ്റ്റുകൾ രംഗത്ത് വന്നിട്ട് അവർ വളരെ പോരാളികളെപ്പോലെ വാർത്തകൾ കൊടുത്തു സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ ഒരു സാധ്യത ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത്തരം വിഭവശേഷിയില്ലാത്ത മതസ്ഥാപനം നടത്തുന്ന ഒരു പത്രത്തിന് അത്തരം സാധ്യതകൾ ഇനിയുമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചുരുക്കുകയാണ്. നന്ദി. താങ്ക് യു മാത്യു സാറേ. സാറ് സൂചിപ്പിച്ച ജനപ്രിയത്വം അത് മാധ്യമങ്ങളെ വല്ലാതെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. പണ്ട് ജനപ്രിയ സാഹിത്യം എന്നൊരു ശൈലി ഉണ്ടായതുപോലെ ജനപ്രിയത്വം, ആളുകൾക്കിഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക,